കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിനാണ് വടക്കാഞ്ചേരി നഗരസഭ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അധികാരം പിടിച്ചെടുക്കാൻ ഏത് നെറികെട്ട മാർഗവും സ്വീകരിക്കാൻ മടിക്കാത്ത ഒരു പാർട്ടിയായി CPM മാറിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വടക്കാഞ്ചേരിയിലെ മുസ്ലിം ലീഗ് സ്വതന്ത്ര കൗൺസിലർ PI ഷാനവാസിനെ കൂറുമാറ്റാൻ CPM നടത്തിയ ഓപ്പറേഷൻ വടക്കാഞ്ചേരി പാളിപ്പോയതോടെ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. വെറും രാഷ്ട്രീയ നീക്കങ്ങളല്ല, മറിച്ച് കോടികൾ മറിയുന്ന കുതിരക്കച്ചവടത്തിൻ്റെ കഥകളാണിപ്പോൾ അങ്ങാടിപ്പാട്ടായിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ വടക്കാഞ്ചേരിയിൽ സംഭവിച്ചത് എന്ന് നോക്കുക. വടക്കാഞ്ചേരി നഗരസഭയിൽ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ UDF പക്ഷത്തുള്ള ഷാനവാസിനെ CPM സമീപിക്കുന്നു. വെറുതെ ഒരു രാഷ്ട്രീയ ക്ഷണമല്ല ഇത്. 50 ലക്ഷം രൂപയാണ് ഷാനവാസിന് വാഗ്ദാനം ചെയ്തത്. ഈ പണം വാങ്ങിയാൽ നിന്റെ ലൈഫ് സെറ്റാകും എന്നായിരുന്നു CPM പ്രാദേശിക നേതാക്കൾ നൽകിയ വാഗ്ദാനം. പണത്തിന് പുറമെ വിദേശയാത്രകളും ആഡംബര സൗകര്യങ്ങളും ഒക്കെ ഇവർ വാഗ്ദാനം ചെയ്തു. CPM-നെ പോലെയുള്ള ഒരു തൊഴിലാളി പാർട്ടിക്ക് ഇത്രയും വലിയൊരു തുക എവിടെ എന്നുള്ളത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ സാധാരണ ജനങ്ങളെല്ലാം മനസ്സിലാക്കി വരികയാണ്. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, ഷാനവാസ് വിശ്വസിച്ച് കൂടെ കൂട്ടിയ സുഹൃത്താണ് ഈ ചതിക്ക് ഇടനിലക്കാരനായി നിന്നത് എന്നുള്ളതാണ്. ആ സുഹൃത്തിനെ മുതലെടുത്ത് ഷാനവാസിനെ വശത്താക്കാൻ CPM ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ CPM-ന്റെ ഈ പൊതിച്ചോറ് രാഷ്ട്രീയത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ ഷാനവാസ് തയ്യാറായില്ല. താൻ ജനവിധി മാനിക്കുന്നുവെന്നും പണത്തിന് വേണ്ടി വിശ്വസ്തത പണയപ്പെടുത്തില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞതോടെയാണ് CPM-ന്റെ മുഖം മൂടി അഴിഞ്ഞു വീണത്. ഈ സംഭവം കേവലം ഒരു വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രാദേശിക പ്രശ്നമായി തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. ഇത് നേരിട്ട് വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണശൈലിയിലേക്കും പാർട്ടിയുടെ പോക്കിലേക്കുമാണ്. നവകേരള സദസ്സും ജനസമ്പർക്ക പരിപാടികളുമായി മുഖ്യമന്ത്രി കേരളം ചുറ്റുമ്പോഴും താഴെത്തട്ടിൽ പാർട്ടിക്കാർ അധികാരം പിടിക്കാൻ മാഫിയ ശൈലിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും പണമില്ല എന്ന് വിലപിക്കുമ്പോഴാണ് ഒരു കൗൺസിലറെ വാങ്ങാൻ വിലക്കെടുക്കാൻ CPM നേതാക്കൾ 50 ലക്ഷം രൂപയുമായി ഇറങ്ങിത്തിരിക്കുന്നത്. ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഏത് ഖജനാവിൽ നിന്നാണ് ഈ പണം ചോരുന്നത്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇത്തരം അഴിമതികൾക്കും കുതിരക്കച്ചവടങ്ങൾക്കും തൻ്റെ പാർട്ടിക്കാർക്ക് മൗനാനുവാദം നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്ന ആരോപണം ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഇത്തരം ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നത് ഭരണകൂടത്തിൻ്റെ പരാജയമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത CPM ശൈലി കേരളത്തിന് വലിയൊരു ശാപമായി മാറുകയാണ്. ഇതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകും. വടക്കാഞ്ചേരിയിലെ ജനവിധി അട്ടിമറിക്കാൻ നോക്കിയവർക്ക് ജനങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ മറുപടി നൽകുക തന്നെ ചെയ്യും. പണം നൽകി ഭരണം പിടിക്കാൻ നോക്കുന്ന ഈ ലൈഫ് സെറ്റാക്കൽ രാഷ്ട്രീയം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കില്ല. അധികാരം പിടിക്കാൻ നടത്തുന്ന ഈ നെറികെട്ട കളികളിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM-ന്റെ പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണ് എന്റെ കണ്ണ് മഞ്ഞടിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താന്ന് നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാവുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാ മതി. ഈ നാളെ നോക്കിക്കോ, നാളെ കാണാം. നാളെ കാണാം. 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം അപ്പൊ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. പൈസ ഇട്ട് പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ലോ. പിന്നെ നമ്മള് രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട ആവശ്യം വരെ. അതുകൊണ്ടാ പറയണേ, ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്.